എനിക്ക് പേടി അറിയാ നിറ്റളിയാ എന്നെ കൂടെ കൊണ്ടുപോടാ. നമ്മുടെ കിരീടം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സേതുരാമന് എല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ പറയത്തില്ലേ. ഏതാടാ സ്ഥലം? എന്നെ കൂടെ കൊണ്ടുപോടാ, എന്നെ കാണാനില്ലല്ലോ. പെട്ടാ മച്ചന്മാരെ കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു റോഡ് വഴി വരുന്നത്. കാരണം ഈ റോഡ് മോശമായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അധികം വരാറില്ല. അപ്പുറത്തോടുള്ള മെയിൻ റോഡ് വഴിയാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് എവിടെ പോയാലും. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള റോഡ് ഇതായിരുന്നു കേട്ടോ. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. മറ്റന്മാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാ എനിക്കും കറക്റ്റ് സ്ഥലം അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് മനപ്പുറം പറയാത്തല്ല, സർപ്രൈസ് ഒന്നും അല്ല. തർക്കല അവിടെ ഒരു സ്ഥലമാണ്. പുള്ളി എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു. ഒരു ഓഫ് റോഡാണ്, കുറച്ചൊരു ഹിഡൻ പ്ലേസ് ആണ്, അങ്ങനെ ആർക്കും അറിയത്തില്ല. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട് പോയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഫ്രണ്ടിനെ അറിയത്ത പോലും ഇല്ല. അപ്പോൾ എനിക്ക് എന്നെ വിളിച്ച ഫ്രണ്ടിനെ അറിയാം, ബാക്കിയുള്ളവരൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഇവ എന്ത് തേങ്ങയാടാ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്ത് തേങ്ങയാടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അടിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞാൽ ആരനാടാണ്. ആരനാട് ഒരു ആലിന്റെ മൂട് അവിടെയാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ബാലരാമപുരം പോയിട്ട് തക്കലയാണ് എനിക്ക് ആ പോകാനുള്ള സ്ഥലം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മള് 4 പേരുണ്ട്, ബാക്കിയുള്ള 3 പേര് 4 പേര് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരാളെ മാത്രമേ അറിയാവൂ. അപ്പോൾ നമ്മള് ബാലരാമപുരം ചെന്നിട്ട് ബാക്കിയുള്ളവരെ മീറ്റ് ചെയ്യും. എനിക്കിവിടുന്ന് വെള്ളറുടെ വഴി പോകുന്നതിന് എളുപ്പം, എന്നാൽ അവരെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. മറ്റന്മാരുടെ ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു ആല് നമ്മുടെ കിരീടം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സേതുരാമന് എല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ പറയത്തില്ലേ. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ആ ഒരു ആലാണിത്. നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഒരു ഓഫ് റോഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏകദേശം 2-3 കിലോമീറ്റർ. ഭയങ്കര ഒരു ഹെവി ഓഫ് റോഡൊന്നും അല്ല, ഒരു ലൈറ്റ് ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓഫ് റോഡായിട്ട് അത്യാവശ്യം അങ്ങനെ പോയിട്ടില്ല. ഈ റോഡിലുള്ള ആ ഒരു കട്ടറും അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ഓഫ് റോഡ് ട്രിപ്പായിട്ട് എങ്ങനെ ഡ്രീം പോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വിളിച്ചത്. ഒരു സ്ഥലത്തിൻ്റെ പേര് വായിക്കൊള്ളാത്തൊരു പേരാണ് കേട്ടോ, എനിക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ആ സ്ഥലത്തിനുള്ള കൂടുതൽ വീഡിയോസ് എന്തായാലും ഇടാം. ഞാൻ അല്ലാതെ ഈ പോകുന്ന ആ ഷോട്ടുകൾ പരമാവധി എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്ന ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിനെ പറ്റിയും അവിടെ എത്തിയിട്ട് എന്താണ് വൈബ് എന്നൊക്കെ നമുക്ക് നോക്കി അറിയാം. ആ ഓഫ് റോഡ് വീഡിയോസ് മൊത്തം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. പറ്റുന്നത്ര ഞാൻ എന്തായാലും വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ. അയ്യോ ഹമ്പ്. അതേമാതിരി അപ്പോൾ നമ്മുടെ യാത്ര ബാലരാമപുരത്ത് നിന്ന് തുടങ്ങിയായിരുന്നു. ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഒരു ഹിമാലയ, അത് നമ്മുടെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഉണ്ടല്ലേ, അതായത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 പേരുണ്ട്, ഒരു എക്സ്പൾസും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു BMW 1250 ഉണ്ട്. പുള്ളിയെ കണ്ടില്ല, പുള്ളി അങ്ങ് പെട്ടെന്ന് അങ്ങ് കയറി അങ്ങ് പോയി. ഏതായാലും നമുക്ക് ബാക്കി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ തക്കലയിലോട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത്. ഇപ്പോൾ പാർശൽ ആ ഒരു വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. തക്കല എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കയറി സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അങ്ങനെ അവിടെ വന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരുന്നത് തന്നെ ദൂരോട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മല നിരകൾ തന്നെ കാണാം. അതിലൊരു പീക്ക് പോയിന്റിലാണ് നമ്മൾ ഇന്ന് ഓഫ് റോഡായിട്ട് പോകുന്നത് തന്നെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മരുതുക്കോട്ടെ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇത് മാപ്പിൽ ലൊക്കേഷനൊക്കെ വളരെ തെറ്റായിരിക്കും. അപ്പോൾ ഇത് വരേണ്ടതെന്ന് പറഞ്ഞാൽ തക്കല ചെന്നിട്ട് ലെഫ്റ്റ് കയറുക, ഫസ്റ്റ് ലെഫ്റ്റ്. അവിടെ നിന്ന് ജംഗ്ഷനിൽ ലെഫ്റ്റ് ഇറങ്ങിയിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, കറക്റ്റ് റൂട്ട് തന്നെ പറഞ്ഞു തരും. പക്ഷേ നമ്മൾ ഈ പോകുന്ന വഴി ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരിക്കും തോന്നുന്നു. കാരണം പെട്ടെന്നുണ്ടൊരു മഴ പെയ്തു. നമ്മൾ ആ ബാലരാമപുരത്തേക്ക് നല്ല വെയിലായിരുന്നു, പക്ഷേ ട്രാഫിക് വരുന്നു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് കൊണ്ട് കോൾ മാറി തമിഴ്നാട് നമ്മൾ ആ ഒരു ബോർഡർ കയറിയതും ആ ഒരു മഴ നല്ല ഒരു മഴ തുടങ്ങിയായിരുന്നു.
സൈഡ് ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4 പേരുണ്ട്, 4 വണ്ടികളിലായിട്ട് 4 പേര് 4 വണ്ടികളിലായിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ആ കാണുന്ന മലനിരകൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ. ഒരു നല്ല കാറ്റും ആ ഒരു തണുപ്പും ഇങ്ങനെ പോകാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ഓഫ് റോഡ് കുറേ നാളുണ്ട് വണ്ടി എടുത്തതിന് ശേഷം ഓഫ് റോഡായിട്ട് അങ്ങനെ പോയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഒരു ഓഫ് റോഡ് ഉണ്ട് എന്ന് പറഞ്ഞ്, ഓഫ് റോഡ് സ്ഥലമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ട്രയൽസ് പോലെ പോകുന്നത്. റൈഡിങ് കേസ് അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല. ഇപ്പോൾ കണ്ടോ ആ സൈഡ് തന്നെ ഇങ്ങനെ പോകാൻ തന്നെ ഭയങ്കര ഫീലാണ് കേട്ടോ. ആ ക്ലൈമറ്റ്, ആ മഴ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു ഇത്രയും ഒരു ഫീൽ കിട്ടത്തില്ലായിരുന്നു. ആ ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ ഇനി അവിടെ ചെല്ലുമ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു 3 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു 4 മണി അടുപ്പിച്ചായിട്ടുണ്ട്. 4 മണി ആയിട്ടില്ല, 4 മണി ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന റൂട്ടൊക്കെ തന്നെ തമിഴ്നാട് കയറി അറിയാമല്ലോ, നല്ല രസമാണ്. കാരണം ഈ പോകുന്ന വഴിയിലൊക്കെ മലനിരകളും ആ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പോകുന്ന ഓഫ് റോഡ് സ്ഥലങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് കട്ടറാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എല്ലാ സെറ്റായിട്ട് നമ്മൾ പോകുന്നുണ്ട്. നമ്മളപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിയിലുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് കട്ടർ കാര്യങ്ങൾ നമ്മൾ ചില റീൽസിലൊക്കെ കാണുന്നില്ലേ, അതുപോലെയാണ് കേട്ടോ. കുറച്ച് നേരം എണീറ്റിൽ നിന്നൊക്കെ ഓടിച്ച് നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ പോകാൻ തന്നെ. എല്ലാവരും ഇതാ പോയിട്ടുണ്ട്. ഓഫ് റോഡ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി അടിച്ചു പൊളിച്ച് അങ്ങ് പോവുകയാണ്. ഇളവി കിടക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള റോഡുകൾ ഞാനും പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഹമ്പ് പോലുള്ള ആ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ള് വെള്ളം കൂടെ കിടക്കുന്നതുകൊണ്ട് അടിച്ച് തെറിപ്പിച്ചൊക്കെ പോകാൻ നല്ല രസം തോന്നുന്നുണ്ട്. വണ്ടി കഴിവിയതായിരുന്നു, പക്ഷെ നമ്മൾ അതൊന്നും ഒരു വിഷയമല്ല. വേണ്ട അമ്പോ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഓഫ് റോഡ് എത്താൻ പോയപ്പോൾ പിന്നെ വേറെ ലെവലാണ്. സസ്പെൻഷൻ പക്ഷേ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ ഓഫ് റോഡിന് വേണ്ടി. ഇപ്പോൾ ഞാൻ റോഡിന് വേണ്ടി അങ്ങനെയാണ് കണക്കാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു റോഡ് എൻഡ് തീർന്നിട്ടുണ്ട്. അവിടെ നമ്മളൊരു വേറൊരു ബൈ റോഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പോലെ റോഡ് ടാറിങ് ആണ്, പക്ഷേ ഫുള്ള് ചെല്ലി ഇളവി കിടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്, പിന്നെ പോകാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും ഒരു കാര്യം ഓർത്തത്, നമ്മുടെ വണ്ടിയിൽ ABS ഉണ്ട്. അപ്പോൾ ഓഫ് റോഡ് ആകുമ്പോൾ നമ്മൾ ABS സാധാരണ നമ്മുടെ ഒരു റാലി അല്ല ഓഫ് റോഡ് മോഡൽ ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കട്ടാവുകയും ഓണാവുകയും അങ്ങനെ ചെയ്യും ABS.
അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ഇടാൻ ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. സാധാരണ നോർമലി പറഞ്ഞ പോലെ അങ്ങ് വന്നു. കാരണം റാലി എഡിഷനിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇടാം. എന്താണ് സംഭവം എന്നൊന്നും എനിക്കും അറിയത്തില്ല കറക്റ്റായിട്ട്. നമുക്ക് നോക്കാം, രണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹിമാലയൻ പ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത് സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്ത് പോവാം. ഓക്കെ. ജമരെ അങ്ങനെ നമ്മൾ പോവുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഒരു എന്തെന്ന് പറയുക, ഒരു ഭയങ്കര വൈബായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ. കാരണം ഭയങ്കര വെറൈറ്റി സ്ഥലം പോലെ തോന്നി. നമ്മൾ ഇടത് സൈഡിലൊക്കെ റബ്ബറാണ്, പക്ഷെ പെട്ടെന്നുണ്ട് ഒരു കാട് പോലുള്ള ആ ഒരു ഫീൽ വരാൻ തുടങ്ങി. ടാറിങ്ങൊക്കെ ഇളകി പൊളിഞ്ഞ് കിടക്കുകയാണ്. ഭയങ്കര ഒരു ചരലൊക്കെ ഇങ്ങനെ കിടന്നു. ഭയങ്കര കുറച്ച് ടഫാണ് കേട്ടോ ചരലക്കിലൊക്കെ കയറുമ്പോൾ. പക്ഷേ നമുക്ക് ഭയങ്കര രസം തോന്നുന്നു. കാരണം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പം തന്നെ ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു മലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മലയുടെ ടോപ്പിലെത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ബൈക്ക് കുറേയൊക്കെ ഏകദേശം വരെ പോകും. അവിടെ നമുക്ക് നടന്ന് കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെ കൂടെ 1-5 ഉള്ളത് കൊണ്ട് തന്നെ എത്ര ഫുൾ അറ്റം വരെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിൽ നിന്ന് പോകുന്ന എക്സ്പേർട്സൊക്കെ അങ്ങ് മുകളിൽ വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കൂടെ വരുന്ന ഫ്രണ്ട് ആ വണ്ടി കയറുമെന്ന് അറിയത്തില്ല. വണ്ടി കയറും, പക്ഷേ പോകും തോറും കുറച്ചും കൂടെ നല്ല ഡിഫിക്കൽട്ട് ആവും എന്ന് പറഞ്ഞു. വഴി ഒട്ടും ഇല്ലാത്ത പോലെ തോന്നുന്നു പറഞ്ഞു. അപ്പോൾ വണ്ടി കൊണ്ടുപോകുന്ന ആ ഒരു വെയിറ്റൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു ഇതുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് എത്ര ദൂരം വരെ പറ്റുമോ അത്രയും ദൂരം നമ്മൾ പോകാമെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. ആരും റൈഡിങ് കേസ് ഒന്നും കരുതിയിട്ടില്ല. പോകുന്നതോറും നല്ല വൈബുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ തന്നെ ഈ ഒരു സ്ഥലം, ഈ വീഡിയോസൊക്കെ ഒന്ന് മൊത്തം കാണുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറയുക അഭിപ്രായം. വീണ്ടും നല്ല നല്ല തിക്ക് കാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ആ ഒരു മലയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെയാണ് വന്നിട്ടുള്ളത് ഇവിടെ. നമ്മൾ രണ്ടുപേരാണ് ഇപ്പം പുതിയ ആൾക്കാർ വന്നിട്ടുള്ളത്. എന്തായാലും ബാക്കിൽ നിന്ന് വരുന്ന ആൾ വരുന്നുണ്ടോ എന്നൊന്ന് വെയിറ്റ് ചെയ്തിട്ട്. കാരണം 2 വഴിയുണ്ട്. ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് പോവാം. സത്യം പറയാം, നമ്മൾ പറയത്തില്ലേ, ഭയങ്കര രസം തോന്നുന്നു കേട്ടോ. ഇവിടെ തൊട്ടാണ് ആ ഒരു വൈബ് തോന്നിയത്. ഫുള്ള് കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഒരു കൊഞ്ഞൻ വഴി. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒരു നമ്മൾ പറയത്തില്ലേ, ഇവിടെ ഒരു ബംഗ്ലാവ് സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകാനില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഒരു ദിവസം കൂടെ വരേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ.
കുറേ ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങൾ വഴിയിൽ വെച്ച് വന്നപ്പോൾ തന്നെ കണ്ടു. ഇവിടെ കുറേ കൂടെ പോകുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്, ഏറ്റവും ടോപ്പ് വരെ. എന്നാൽ നമുക്ക് എന്തായാലും ആ ഒരു വ്യൂ പോയിൻ്റ് വരെ ആദ്യം ഇങ്ങനെ നമുക്കൊന്ന് പോവാം, ഒരിടം നിർത്താതെ ആ ഒരു വ്യൂ പോയിൻ്റ് വരെ പോവാം. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് കേട്ടോ. എന്തായാലും വന്ന അവസ്ഥയില്ല. നമ്മുടെ ഇവിടെയും ഇങ്ങനെയൊക്കെ ഓഫ് റോഡ് ഉണ്ടോയെന്ന് കണ്ടപ്പോൾ കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മുടെ ഈ തമിഴ്നാട്ടിൽ, അത് തമിഴ്നാടാണെങ്കിലും നമുക്ക് വളരെ അടുത്താണ്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 55-60 കിലോമീറ്റർ അകത്തേ വരുന്നുള്ളൂ കേട്ടോ. അതൊന്നും അത്ര വലിയ ദൂരമൊന്നുമല്ല. പോകുന്ന വഴി ചെറിയ ചെറിയ വെള്ളച്ചാട്ടം. മാർത്താണ്ഡവർമ്മയുടെയൊക്കെ ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. കറക്റ്റ് കഥകളൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു നമ്മുടെ ഒരു 1975 ആ സമയത്തൊക്കെ. ഇവിടെ എന്തോ ഒരു ഈ കോട്ട എന്തിനു വേണ്ടിയൊക്കെ സോൾജേഴ്സിൻ്റെ എന്തോ ആവശ്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊക്കെയാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കഥകളൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മളിപ്പം ഇതെന്തായാലും ഒരു കുറച്ച് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ്. അത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ ഒരു ഇവിടെ ഒരു ബംഗ്ലാവല്ല, ഒരു ഫോർട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ട് ടോപ്പിൽ. പിന്നെ ഈ മലയുടെ ഏറ്റവും ടോപ്പിലും കയറാൻ സാധിക്കും കേട്ടോ. മോനെ, ഇതാണ് ആ ഒരു നമ്മൾ മരുതുക്കോട്ട എന്ന് പറയുമ്പോൾ ആ ഒരു വ്യൂ എന്ന് പറയുന്നതാണ്. ഒരു ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. എന്തായാലും ഇത് കണ്ടോ, ഇപ്പം തന്നെ ഒരു സാമ്പിളായിട്ട് നിങ്ങൾ കണ്ടു. ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓ, ഇത് രസമാണ് നോക്കിയേ. കുറച്ച് ചെറിയ രീതിയിൽ കുടയുണ്ട് മഴ പെയ്തുകൊണ്ട്. പക്ഷേ അത് മഴയൊക്കെ മാറി ഇപ്പം ചെറിയൊരു വെയിൽ വന്നു തുടങ്ങിയായിരുന്നു. നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് സൈഡാക്കിയിട്ട് വണ്ടിയൊക്കെ മലയിലൊക്കെ കയറ്റി നല്ല കിടിലം ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മരുന്നും കോട്ട എത്തിയിട്ടുണ്ട്. ഇവിടെ സൺസെറ്റ് കാണാൻ കേട്ടോ, ഭയങ്കര വൈബാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. വണ്ടിയൊക്കെ കയറ്റി കേട്ടോ, പാറ മേൽ കയറ്റി അങ്ങ് വെച്ചു. 1250 ഒക്കെ കണ്ടില്ലേ, എൻ്റെ പൊന്നോ മോനെ, ഒരു രക്ഷയില്ല. ഇതാണല്ലേ ഓഫ് റോഡ്. ഇത്ര നമ്മൾ വന്നതൊന്നും അല്ല കേട്ടോ ഓഫ് റോഡ്. ഇനി കാണാൻ പോണതാണ് ഓഫ് റോഡ്. അപ്പോൾ എൻ്റെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വീഡിയോ കാണുന്നവർ പോലും ഇങ്ങനെ പോയിട്ടുള്ളതായിരിക്കും, പക്ഷേ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് മച്ചന്മാരെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയാണ് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എന്തോ ഇല്ല, അവർ വരാം. അവ അവിടെ നിർത്തിയിട്ട് നിന്നോ.
കാത്തോളി. മറ്റേമാരെ നമ്മളെ കൂടെയുള്ള ഒരു വണ്ടി സ്റ്റക്കായിപ്പോയി, 1250 സ്റ്റക്കായി. അപ്പോൾ പിന്നെ നമ്മൾ മുകളിലോട്ട് കയറുന്നില്ല. സത്യം പറയല്ല, കയറുന്നത് നമുക്ക് കയറ്റാൻ കേട്ടോ, ഇറക്കാൻ ഇത്തിരി പാടാണ്. കുറച്ച് എക്സ്പീരിയൻസ് വേണം. വിചാരിച്ച പോലെ അല്ലാതെ ഈ കോൺക്രീറ്റിലൊക്കെ തെന്നി. പക്ഷേ കയറ്റാൻ നല്ല രസമുണ്ട് കേട്ടോ, കയറി അങ്ങ് പോകും, വേറെ നോക്കണ്ട. ഇറക്കാൻ അത്ര ഇതല്ല, ഒന്നാമത് കാലം മുഴുവൻ പോലെ എത്തുന്നില്ല കേട്ടോ. കയറാത്ത നന്നായി, കുറച്ചും കൂടെ ഒരുപാട് പഠിക്കാനിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതൊക്കെ കയറിപ്പോയ വഴികളാണ് കേട്ടോ. സ്ട്രൈറ്റൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തോന്നുന്നു, പക്ഷേ താഴെ നേരെ പോവും. അവിടുത്തെ വ്യൂ കിട്ടുമായിരുന്നു. ഒരു ബംഗ്ലാവ് എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത് മുകളിൽ, പക്ഷെ അത് കാണുന്നുണ്ട്. എന്നാ ഇങ്ങനെയാണ് തിരിച്ചിറക്കുന്നതെങ്കിൽ കുറച്ച് എനിക്കും ടാസ്ക് ഉണ്ട് കേട്ടോ. നേരം വെളുക്കും ഞാൻ വരെ. മച്ചാമാരെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റും ഒക്കെയാണ്, സൺസെറ്റ് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു കിടില സ്ഥലമാണ്. മാപ്പിൽ ലൊക്കേഷൻ കറക്റ്റ് അല്ല, മരുതുക്കോട്ടയാണ് സ്ഥലത്തിന് പേര്. ഒരുപാട് ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 800 അടി ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും ബന്ധപ്പെട്ട ഒരുപാട് ഹിസ്റ്ററിയൊക്കെ നിറഞ്ഞ ഒരു സ്ഥലം കൂടെയാണിത്. മരുതുക്കോട്ടെ ഒരു ഹിഡൻ സ്പേസ് തന്നെയാണ്, കാരണം അധികം ആർക്കും അങ്ങനെ അറിയത്തില്ല. അപ്പോൾ വരുന്നവർ തക്കല ജംഗ്ഷനിൽ എത്തിയതിന് ശേഷം ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ആരുടെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. കയറുന്നതിന് ലോക്കോ സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ പരമാവധി ഒറ്റയ്ക്ക് വരാതിരിക്കാൻ നോക്കുക, കാരണം ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യരില്ല. മുകളിൽ കയറുമ്പോൾ ഒരു വാച്ചറുണ്ട്, അത് എപ്പോഴും കാണുമെന്ന് കാണുമോ ഒന്നും അറിയത്തില്ല. കയറാൻ ഒരു പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി ചോദിച്ചപ്പം കയറി പോയിക്കോ, വഴിയിലൊന്നും വണ്ടി വയ്ക്കരുത്, നിങ്ങൾ കയറിപ്പോവേ ഇറങ്ങി എന്ത് വേണോ ചെയ്തോളാനാണ് പറഞ്ഞത്. ഫുള്ള് സപ്പോർട്ട് പോലെയാണ്. പക്ഷേ വരുന്നവർ എന്തെങ്കിലും വഴിയിലൊക്കെ ആയിപ്പോയാൽ റേഞ്ച് ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് കുറച്ച് റേഞ്ച് ഇല്ലെങ്കിലും റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. പരമാവധി ഒറ്റയ്ക്ക് വരാതിരിക്കുക. കാരണം ഒറ്റയ്ക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒറ്റയ്ക്ക് വരുന്നവർ കാണും, പക്ഷേ അത്ര സേഫ് അല്ല കേട്ടോ. പിന്നെ ഇത് കാട് പോലെയൊക്കെയാണ്, ഇവിടെ മൃഗങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു കാടിൻ്റെ ആ ഒരു ഇതുപോലെ തന്നെ, റബ്ബർ പ്ലാന്റേഷൻ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ നല്ല കാട് പോലെ തന്നെയാണ്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരം വൈകി തുടങ്ങി. നേരം ലേറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും താഴോട്ടൊന്ന് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകൾ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.